ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് മറ്റു സ്കൂളുകളിലേക്ക് മാറാൻ 2 വിദ്യാർത്ഥികൾ കൂടി അപേക്ഷ നൽകി. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നൽകിയത്. മാനേജ്മെന്റും PTA പ്രസിഡന്റും സ്വീകരിച്ച നിലപാട് വേദനിപ്പിച്ചെന്ന് രക്ഷിതാക്കൾ പറയുന്നു. രക്ഷിതാക്കളുടെ ആ ഓഡിയോ സന്ദേശം കേൾക്കാം. പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ 2 കുട്ടികളെ കൂടി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ച ജസ്നസ് ഫിർദോസും കുടുംബവുമാണ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ മാറ്റുന്നുവെന്ന് തീരുമാനമെടുത്തത്? ഈ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ അവിടെ വിടാൻ എനിക്ക് മാനസികമായിട്ട് എനിക്കും എൻ്റെ ഭർത്താവിനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനൊരു ഹിജാബ് ധരിക്കുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾക്കും നാളെ അങ്ങനൊരു ആഗ്രഹം വരാം. കാരണം മാതാപിതാക്കളെ കണ്ടാണല്ലോ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾ അങ്ങനെ ഒരു ആവശ്യം പറയാം. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഞാൻ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഞാനിപ്പോൾ മാറ്റുന്നത്. ഇപ്പോൾ ഒരു കുട്ടി തട്ടമിട്ടു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മാനസികമായിട്ട് മറ്റുള്ള കുട്ടികൾക്ക് പേടി അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കും എന്ന് പറയുന്ന പരാമർശങ്ങൾ നടത്തുന്ന ഒരു സ്കൂളിനും ഒരു സ്കൂൾ പ്രിൻസിപ്പളും ഒരു PTA ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് വിടാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏത് സ്കൂളിലേക്കാണ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്? അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളാണ്. അതാണ് ശരിക്കും ഞങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുത്തൊരു സ്കൂളാണത്. കാരണം അതും ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ അണ്ടറിൽ വരുന്ന സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു കന്യാസ്ത്രീ തന്നെയാണ്. അപ്പോൾ അവരെ ശരിക്കും കണ്ടുപഠിക്കണം. ചേർത്ത് പിടിക്കലായിരുന്നു നമുക്കവിടെ ഉണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നു, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരിൽ നിന്നുണ്ടായൊരു സമീപനം എന്ന് പറഞ്ഞാൽ മോളെ ഞങ്ങൾ എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തി അവർക്ക് അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം അതായത് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു ആൾ അങ്ങനെ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന എല്ലാ ആൾക്കാരെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അതിൽ നല്ല ആൾക്കാരും ഉണ്ട്. ഈ സ്കൂളിലെ പള്ളുരുത്തി ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും നടത്തിയ പരാമർശങ്ങൾ ഏറെ വേദനിപ്പിച്ചു. അത് വിശ്വാസത്തെയും തൻ്റെ സംസ്കാരത്തെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിയെ മാറ്റാനുള്ളൊരു തീരുമാനം എടുത്തത് എന്നാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ആ രക്ഷിതാക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അർജുൻ, ഹിജാബ് ധരിച്ചെത്തിയ ഒരു കുട്ടിക്കെതിരെ സെന്റ് റീത്ത സ്കൂൾ സ്വീകരിച്ച നടപടി, അതിൽ വേദന തോന്നി. തങ്ങളുടെ 2 മക്കളും ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ കുട്ടികളെ ആ സ്കൂളിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണോ ഈ രക്ഷിതാക്കളുടെ തീരുമാനം? എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവരുടെ മക്കളായ 2 കുട്ടികൾക്കും വേണ്ടി TC അപേക്ഷ നൽകി കഴിഞ്ഞു അല്ലേ? റോഷ്നി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ലളിതമായി പരിഹരിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നം അത് കൈകാര്യം ചെയ്തതിലെ അവധാനത കുറവ്, അപക്വമായ രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഈ വർഗീയ ശക്തികൾക്കടക്കം മുതലെടുക്കാൻ കഴിയുന്ന ഒരു വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഈ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഈ വിവാദമുയർത്തിയ രക്ഷിതാവിൻ്റെ മകളെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആ രക്ഷിതാവ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം പലരും ചർച്ച നടത്തിയെങ്കിൽ പോലും ആ നിലപാടത്തിന് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടുന്ന മറ്റൊരു വാർത്ത കൂടി വരികയാണ്. അതായത് 2 വിദ്യാർത്ഥിനികളെ കൂടി ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് മറ്റൊരു സ്കൂളിലേക്ക്. അവർ പറയുന്നത് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടല്ല ഈ തീരുമാനം, അതിനപ്പുറത്തേക്ക് ഇതിൽ മാനേജ്മെൻറ്റും PTA പ്രസിഡന്റും എടുത്ത നിലപാട് വലിയ തോതിൽ വേദനിപ്പിച്ചു. അതായത് ഹിജാബ് ധരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടാൽ ഭയം തോന്നും എന്ന രീതിയിൽ ചില പ്രസ്താവനകൾ അവർ നടത്തി. അതുകൊണ്ട് തന്നെ ഇനി ആ സ്കൂളിൽ തുടരാൻ കഴിയില്ല എന്നതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് 300-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ 117 വിദ്യാർത്ഥികൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ആ മാനേജ്മെൻറ്റ് തന്നെ പറയുന്നുണ്ട്. അതായത് 1/3 വിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി തന്നെ സ്കൂൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അത്തരമൊരു സ്കൂളിൽ ഇത്തരമൊരു പരാതി വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ മാനേജ്മെൻറ്റും ആ പ്രിൻസിപ്പാളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റും ആ പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ആ സ്കൂളിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വരുന്നു. അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ പ്രിൻസിപ്പാളും മാനേജറും അതോടൊപ്പം തന്നെ ഈ PTA പ്രസിഡന്റും ഒക്കെ തന്നെ പരസ്യമായി തന്നെ പൊതുമധ്യത്തിൽ വന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുന്നു. അത്തരത്തിൽ ഒരു വലിയ വിവാദ വിഷയമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്
ഒരു ഘട്ടത്തിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ആ സ്കൂളിൽ തന്നെ തുടരാൻ തയ്യാറാണ് എന്ന രക്ഷിതാവ് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇത്തരം പ്രസ്താവനകളും കൂടുതൽ ചർച്ചകളും നടന്നതിന് പിന്നാലെ സ്വാഭാവികമായും ആ ചെറിയൊരു വിദ്യാർത്ഥിനിക്ക് ആ സ്കൂളിൽ തുടരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാവുകയും അത്തരത്തിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വരാതിരുന്ന മറ്റ് ചില വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ കൂടിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇതിൽ അവരുടെ മക്കളും ഹിജാബ് ധരിച്ചു കൊണ്ടല്ല സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഹിജാബ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന തരത്തിലുള്ളൊരു ചിത്രീകരണം അവിടെ നടന്നിരിക്കുന്നു. ആ സ്കൂളിൽ ആ കുട്ടികൾക്ക് പഴയ പോലെ ഇനി പഠിക്കാൻ കഴിയുമോ എന്നൊരാശങ്ക അവർക്കുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ എത്തേണ്ടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സ്കൂൾ മാനേജ്മെൻറ്റിനും PTA പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാളിനും അതോടൊപ്പം തന്നെ അതിന് പിന്നീട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ രക്ഷിതാക്കളുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും കൂടുതൽ കുട്ടികൾ സെന്റ് റീത്ത സ്കൂൾ വിടാൻ ഒരുങ്ങുകയാണ്. 2 കുട്ടികളുടെ TC അപേക്ഷ ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഹിജാബ് ധരിച്ചെത്തിയ ആ കുട്ടിയുടെ തുടർന്നുള്ള സ്കൂൾ പഠനം എന്താവുമെന്നുള്ളതാണ് വലിയ ചോദ്യം. സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്കൂളിൽ നിന്ന് ഉടൻ TC വാങ്ങും. സർക്കാർ സ്കൂളിൽ ചേർക്കണോ എന്നതിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും പിതാവ് അനസ് പറഞ്ഞു. വിവരങ്ങളുമായി SS ശരണാണ് ചേരുന്നത്. ശരൺ, പിതാവിനോട് നേരത്തെ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സർക്കാർ സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു കുട്ടിയെ. പക്ഷേ ഏത് സ്കൂളിലേക്ക് പുതുതായി ചേർക്കുമെന്നുള്ളതിലൊന്നും ഒരു തീരുമാനമെടുത്തിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും സെന്റ് റീത്താസ് വിടുകയാണ് എന്ന് തന്നെയാണോ രക്ഷിതാവിന്റെ തീരുമാനം? റോഷ്നി, എന്തായാലും സെന്റ് റീത്താസ് വിടുകയാണെന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് നേരത്തെ സ്കൂൾ അധികൃതർ അവരുടെ നിയമത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ പ്രവേശിപ്പിക്കാനാകില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. ഇതോടുകൂടിയാണ് ആ സ്കൂളിലേക്ക് വിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ 8ാം ക്ലാസ്സുകാരിയുടെ കുടുംബം എത്തിച്ചേർന്നിരുന്നത്. ഇന്ന് നമ്മൾ പിതാവുമായി സംസാരിച്ചിരുന്നു. പിതാവായ അനസ്, അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ എന്താണോ സ്വീകരിച്ച നിലപാട്, തന്റെ കുടുംബം എന്താണോ നേരത്തെ എടുത്തിരുന്ന നിലപാട്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് TC വാങ്ങേണ്ടതുണ്ട്. ഇന്നും നാളെയും സ്വാഭാവികമായിട്ടും സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇനി നാളെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും TC വാങ്ങുക. ആ ദിവസത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പിതാവായ അനസ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ വിവാദം വലിയ രീതിയിൽ തന്നെ അത് രൂക്ഷമായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് കുടുംബം സർക്കാരിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സർക്കാർ സ്കൂളിലും കുട്ടിയെ ചേർക്കാൻ സന്നദ്ധമാണെന്നുള്ളതാണ്. അതിനായിട്ട് കുടുംബം സമീപിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പിതാവിനോട് പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ അനുകൂലമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നുള്ളതാണ്. മന്ത്രിയുടെ ഇടപെടൽ വലിയ സന്തോഷമാണുള്ളത്. പക്ഷേ സർക്കാർ സ്കൂളിൽ കുട്ടിയെ ചേർക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം DDയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സെന്റ് റീത്ത സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് ഹിജാബ് ധരിച്ച് കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ളായിരുന്നു DDയുടെ ഉത്തരവ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുക. ഹൈക്കോടതി ഈ സെന്റ് റീത്ത സ്കൂൾ അധികൃതരുടെ ഹർജിയിൽ ഇടപെടാൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബം കൂടി ഈ ഹർജിയിൽ കക്ഷി ചേരുമെന്നുള്ളതാണ്. അങ്ങനെ കക്ഷി ചേർന്നുകൊണ്ട് അവർ അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യും. ആ നിലപാട് എന്താണെന്നുള്ളത് ഈ വിഷയത്തിൽ പ്രധാനമായി കാണേണ്ടി വരും. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല, വീട്ടിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബം അധികം വൈകാതെ